കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Welcome to Nolta and Devon co-present Ondannu Ruji, co-powered by Gold Winner and Sun Tips. Special partner Amion, dairy partner Paishi Milk Products and our interior design partner Psycho Designs. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്ന രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും നമ്മുടെ അവിടെ ഒരു അതിഥിയുണ്ട്. സി കേരള ഫാമിലിയിലൂടെ നമുക്കെല്ലാം സുപരിചിതമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീജിത്ത് വിജയാണിന്ന്. സ്വാഗതം ശ്രീജിത്ത് വിജയ്. നമസ്കാരം. നമസ്കാരം ചേട്ടാ. എങ്ങനെയുണ്ട്? സുഖമല്ലേ? അടിപൊളി. അപ്പോൾ ഇവിടെ വരുന്ന, നമുക്കറിയാം ഈ പ്രോഗ്രാമിന് വരുന്നവർ അവരുടെ കഥകൾ പറയണം, ഒരു ഡിഷ് കുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്? നല്ല നാടൻ ചിക്കൻ കറി. അപ്പോൾ നമുക്ക് എത്രയൊക്കെ ഡിഷ് എന്തൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ആദ്യം നമുക്കൊരു ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ എവരി വൺസ് ചോയ്സ് ആണ്. അതെ, എല്ലാത്തിനും കൂടെ കഴിക്കുകയും ചെയ്യാം. എല്ലാവരുടെ ഇപ്പോൾ ഒരു 100 പേരെ എടുത്താൽ 96 പേരും ചിക്കൻ കഴിക്കും. അതെ, ചിലർ ബീഫ് കഴിക്കും, ചിലർ മട്ടൻ കഴിക്കും, മീൻ കഴിക്കും. പക്ഷെ ഈ ചിക്കൻ കഴിക്കാത്തവരാരുമില്ല. സോ നമുക്കപ്പോൾ ചിക്കൻ കറിയുടെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഓക്കെ. ശ്രീത്തെ പറഞ്ഞ റെസിപ്പിയുടെ എല്ലാ ഇൻഗ്രീഡിയൻസും എത്തിയിട്ടുണ്ട്. ഒരു സിമ്പിൾ ബാച്ചിലേഴ്സ് ചിക്കൻ കറി ആണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ആർക്കും എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഐറ്റമാണ്. ചിക്കൻ, തക്കാളി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില. സോ നമുക്ക് തന്നെ അറിയാം, നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള അതേ സാധനം വെച്ച് ഇദ്ദേഹത്തിന്റെ ഈ റെസിപ്പി എവിടെ നിന്ന് കിട്ടിയത് പറയും ആദ്യം. അത് എന്റെ ഓൺ റെസിപ്പിയാണ് കേട്ടോ. ഇവിടെ വരുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു യൂണിക്കാണ്. ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് അത് പറയും. ഇതിന് വലിയൊരു കഥയുണ്ട്. അതാണ് ഞാനിതിവിടെ ഉണ്ടാക്കാൻ തന്നെ കാരണം. വെച്ചാൽ ഞാൻ കുക്കിങ്ങിലേക്ക് വരുന്നത് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടാണ്. എവിടെ വെച്ച്? എന്നുവെച്ചാൽ ഇവിടെ വെച്ചിട്ടല്ല. ഞാൻ കുറച്ചുകൾ ദുബായിലായിരുന്നു, 3 years ദുബായിലായിരുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഉണ്ടാക്കി ഭയങ്കര ഹിറ്റായി ദുബായിൽ. അപ്പോൾ അങ്ങനെ ഹിറ്റായി അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വീക്കെൻഡ് ആവുന്നേരത്തേക്കും വീട്ടിലേക്ക് വിളിക്കുന്നിട്ട് നീ ചിക്കൻ കറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും. അപ്പോഴാണ് എനിക്ക് കുക്കിങ്ങിൻ്റെ അടുത്തൊരു ട്രിപ്പിംഗ് ആയത്. എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ കഴിച്ചിട്ട് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ വി ഫീൽ സോ ഗുഡ്. അപ്പൊ അതില് ഭയങ്കര ട്രിപ്പായി. പിന്നെ ഞാനൊരു ചിക്കൻ സ്പെഷ്യലിസ്റ്റ് ആയി അവിടെ. ഇപ്പോഴും ഞാൻ എന്തായാലും ദുബൈയിൽ ഇതേപോലെ ഏതെങ്കിലുമൊക്കെ വീക്കെൻഡ്സിൽ എല്ലാ ഫ്രണ്ട്സും വിളിച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഇല്ലാണ്ട് വെറുതെ മടി. ദുബൈയിലൊക്കെ ഉള്ളവർ ആർക്കും നമ്മുടെ നാട്ടിലെ കണക്ക് മടിയന്മാരല്ല. അവർ വീക്കിലി ഓഫിന് അല്ല അവരുടെ ഓഫ് കിട്ടിയാലൊക്കെ എന്തായാലും എല്ലാവരും കുക്ക് ചെയ്യും. അതുകൊണ്ട് ഇദ്ദേഹത്തെ വിളിച്ചത് ചെയ്യണമെങ്കിൽ ഈ ചിക്കൻ കറി അടിപൊളി ആയിരിക്കും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് പറയും? പ്രോസസ്സ് നോർമലായിട്ട് തന്നെ ആദ്യമേ നമ്മൾ എണ്ണ ഇടുന്നു, പിന്നെ എന്തായിരുന്നു ഉള്ളി എടുത്ത് അതൊന്ന് മൂപ്പിക്കുന്നു. ഉള്ളി കുറച്ചൊരു ഗോൾഡൻ ഫ്രൈഡ് കളർ ആവണമെന്ന് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ കുറച്ചങ്ങനെ ആക്കി ഇത്തിരി ടൈം എടുത്ത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ക്ഷമയോടുകൂടി ഉണ്ടാക്കുമ്പോഴാണ് കറി നന്നാവും. എനിക്ക് ഭയങ്കര ക്ഷമ. ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് തീരുന്നവരെ അവിടെ തന്നെ മാറില്ല. അതൊക്കെയാണ് ഈ അമ്മമാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ കറിക്ക് ഇത്ര ഗുണം. കാരണം അവർ ഇതുപോലെ ക്ഷമയോടുകൂടി ഉണ്ടാക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. യെസ്. വെളിച്ചെണ്ണ ഇവിടെ ഉണ്ട്. വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ എടുത്ത് കുറച്ചൊന്ന്. അപ്പൊ എണ്ണ ചൂടായി. ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ളി ഇടാം. ഓക്കെ. കുറച്ച് ചെറിയ ഉള്ളിയും സവാള ഉള്ളിയും ടേസ്റ്റ് ഒക്കെ കൂടാൻ വേണ്ടിയിട്ടുള്ള. എങ്ങനെയായിരുന്നു സിനിമയിലേക്ക് ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ട്രൈ ചെയ്യുമായിരുന്നു സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓഡിഷനൊക്കെ കൊടുത്ത് അങ്ങനെ ഓഡിഷൻ കൊടുത്ത് ഒരു സ്ഥലത്താണ് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സെലക്ഷൻ കിട്ടുന്നത്. ഫാസിൽ സാറിന്റെ സിനിമയിൽ പുള്ളിയുടെ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സിനിമയിലേക്ക് പണ്ട് തൊട്ടേ ആഗ്രഹമായിരുന്നു ഒരു നടനാവണം. അങ്ങനെ ഒരു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മുതലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് സിനിമയിലേക്ക് വരണം എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് സിനിമകൾ ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഞാനൊന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഞാൻ കുറച്ച് നാൾ ദുബായിലായിരുന്നു. അവിടെ ഞാനൊരു RJ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു റേഡിയോ സ്റ്റേഷൻ. അപ്പോഴാണ് ഈ ചിക്കനും സംഭവങ്ങളൊക്കെ കുക്കിംഗ് ഒക്കെ കുറച്ച് പാഷനായിട്ട് വരാം എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇപ്പൊ പറയാം എനിക്കിപ്പോ ചിക്കൻ ഇഷ്ടമല്ല, നിങ്ങൾ മട്ടനൊക്കെ വെക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കുന്ന ഫിഷ് ആയിരിക്കും. ഫിഷ് ഫ്രൈ അങ്ങനെ. അതൊക്കെ എവിടെയാണ് ശ്രീജിത്തിന്റെ ശരിക്കും സ്വദേശം? എന്റെ വീട് ശരിക്കും തൃപ്പൂണിത്തുറയാണ്. അവിടെയാണ്. അപ്പൊ കുറച്ചാളായിട്ട് അവിടെയായിരുന്നു താമസിച്ചിരുന്നത് അച്ഛനും അമ്മേനെ കൂടി. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് കാക്കനാടിലേക്ക് മൂവ് ചെയ്തു. എന്റെ വൈഫ് കാക്കനാട് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ. അപ്പൊ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് മാറാൻ കുറച്ചുകൂടെ സൗകര്യം നോക്കിയിട്ട്
ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹങ്ങൾ? ഭാവി പരിപാടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇങ്ങനെ ഈ കുക്കിങ്ങിനോട് ഭയങ്കര ഒരു താല്പര്യം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൈൻഡിലൊക്കെ എനിക്ക് ഉറപ്പായിട്ടും. സീ കേരളത്തിലെ പ്രേക്ഷകർക്ക് ശ്രീജിത്തിനെ എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. 2 സീരിയലിൽ അഭിനയിച്ചു. അതിന്റെ ഒരു അനുഭവം എങ്ങനെയാണ് അത് പറയും? അത് നല്ലൊരു അനുഭവമായിരുന്നു. എന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ ടെലിവിഷനിലൊക്കെ കുറേ ആൾക്കാർ കാണുന്നതല്ലേ. അതെ, ഞാൻ തീ ഒന്ന് കുറച്ചേക്കും. ഓക്കെ, ഞാൻ അതൊക്കെ കരിഞ്ഞു പോരെന്ന് വെച്ചാൽ നമ്മൾ സംസാരം കൊണ്ട് അത് ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെ സീരിയൽ ചെയ്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ രണ്ടിൻ്റെയും കൂടെ ഒരു വ്യത്യാസം. സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എനിക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. വെച്ചാൽ സിനിമയിൽ ചിലപ്പോൾ നമുക്ക് 2 സീനോ 3 സീനോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്. സീരിയൽ എന്ന് പറയുന്നത് ടൈം ബേസിസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മാക്സിമം എപ്പിസോഡ്സ് നമുക്ക് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളൊക്കെ 10-15 സീൻസ് വരെയും ചെയ്തതുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും സമയമില്ല. നമ്മളിങ്ങനെ ഭയങ്കര ബാക്ക് ടു ബാക്ക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ ഭയങ്കര ഹാർഡ് വർക്കോ. എൻ്റെ ചിക്കൻ കറി അയ്യോ ഒന്നുമില്ല, ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. ഒന്ന് കുറച്ച് എനിക്ക് ഇതൊന്ന് പഠിക്കണം, ഈ ഇളക്കുന്ന സീൻ. നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനല്ല, അതിനൊരു രീതി ഉണ്ടല്ലേ. ഈ ഒരു സാധനം ഇങ്ങനെയല്ല. അപ്പോൾ കറക്റ്റായിട്ട് എല്ലായിടത്തും മസാല ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കുന്നതും നമ്മളിത് മൊത്തത്തിൽ ഇളക്കുമ്പോൾ ആ മസാലയൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് പിടിക്കും. ഓക്കെ, ഇത് സെൻറ്ററിൽ നിന്ന് മാറുന്നില്ല. അല്ല, ഈ ഒരൊറ്റ എടുത്ത് ഇന്ന് മാത്രമേ നിൽക്കുന്നുള്ളൂ. ഇതാണ് ഫാനും കൂടെ മൂവ് ചെയ്യുന്നത്. പ്രൊഫഷണലായി അങ്ങനെ ഒന്ന് പഠിക്കണം. കുറച്ച് വെള്ളം ഒഴിക്കണം, ഒരു ഗ്ലാസ് വെള്ളം. ഇനി വീട്ടിൽ അമ്മയൊക്കെ എന്തൊക്കെ കുക്ക് ചെയ്താൽ നിങ്ങളുടെ ഒരു ട്രഡീഷണൽ കൊച്ചി സ്റ്റൈൽ ഭക്ഷണമാണോ അല്ലെങ്കിൽ? ആ ഒരു കാര്യം പറയാം. എൻ്റെ വീട്ടിൽ അമ്മ പ്യുവർ വെജിറ്റേറിയനാണ്. ഓക്കെ, ഒന്നും മുട്ട പോലും ഒന്നും കഴിക്കില്ല. അപ്പം ഞാനും ചെറുപ്പത്തിലെ കൂടുതലും കഴിച്ചിരിക്കുന്ന വെജിറ്റേറിയൻ തന്നെയാണ്. പിന്നെ നമ്മുടെയൊക്കെ റിക്വസ്റ്റ് കാരണം മുട്ടയും ചിക്കനും ഒക്കെ അമ്മ എനിക്കൊന്ന് ഞാനൊരു 7th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴത്തേക്കാണ് ഉണ്ടാക്കി തുടങ്ങിയത്. എൻ്റെ ആൻറ്റിമാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയാണെന്നൊക്കെ ഉണ്ടാക്കി തരും. പക്ഷെ അത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, അമ്മ അറിയാത്തൊരു സാധനമല്ലേ. പിന്നെ അതൊക്കെ പിന്നെ കുറച്ച് ശരിയാക്കി വന്നു. പിന്നെ എനിക്കൊന്ന് ഞാൻ കല്യാണമൊക്കെ കഴിച്ചപ്പോൾ ഞാൻ കൂടുതൽ ഫിഷും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സിമ്പിൾ കറിയാണ്, ബട്ട് വളരെ പവർഫുൾ ആൻഡ് ടേസ്റ്റി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. പക്ഷെ ഇത് ഗ്രേവിയും ആയിട്ടും ഉണ്ടാക്കാം, പിന്നെ അല്ലാതെ ഡ്രൈ ആയിട്ട് ഒരു സെമി ഇതായിട്ട്. ഇപ്പൊ നമ്മൾ പുട്ടിന്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഗ്രേവി വേണം. പുട്ടും ഈ ചിക്കൻ കറിയും പപ്പടവും അടിപൊളി കോമ്പിനേഷൻ. ചോറിനാണെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കാം, പെരട്ടി എടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന്. ഇപ്പോൾ ഈ ഫിലിമിൽ വന്നു, സീരിയലിലൊക്കെ വന്നു. അപ്പം ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ഗ്ലാമർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്താണ്? ഞാനങ്ങനെ ഡയറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്കെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലോണം ഫുഡ് കഴിക്കണം, നല്ലോണം കഴിക്കും, അതിനനുസരിച്ച് എക്സസൈസ് ചെയ്യുക. എൻ്റെ ഒരു സംഭവം അത് തന്നെ. അല്ലാണ്ട് ഞാൻ ഈ വണ്ണം വെക്കുന്ന പറഞ്ഞിട്ട് ഒന്നും കഴിക്കാതെ ആവശ്യത്തിന് നന്നായിട്ട് കഴിക്കും, ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കും, അതനുസരിച്ച് കുറച്ച് വർക്കൗട്ടും ചെയ്യും. ഭയങ്കരമായ മസിൽ ബിൽഡിംഗ് ഒന്നുമില്ല, എന്നാലും എക്സസൈസ് ചെയ്യും. ജിമ്മിൽ പോയി ഒന്ന് ഓടും, ത്രെഡ്മില്ലൊക്കെ ഓടും, ചെറിയ രീതിയിൽ വെയിറ്റ്സ് ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്യും എവറി ഡേ.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള അതൊരു നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഒരുപാട് മസിലും വേണ്ട, എന്നാൽ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുകയും പറ്റും. ഓവറായിട്ട് നമ്മൾ ഇത്ര നല്ല ചിക്കൻ കറിയൊക്കെ വെച്ചിരുന്നിട്ട് കണ്ടിട്ട് കഴിക്കാണ്ടിരിക്കും. മുട്ടയുടെ വെള്ളമൊക്കെ കഴിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അല്ല, പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഓരോ ആൾക്കാരുടെ താല്പര്യം. ചിക്കൻ കറി റെഡിയായി എന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റായിട്ട് നമ്മളിതിങ്ങനെ സ്റ്റീമിൽ അടച്ചു വെച്ച് വേവിച്ചതാണ്. ആ ഫ്ലേവർ എല്ലാം കൃത്യമായിട്ടുണ്ട്. സ്മെല്ല് വരുന്നുണ്ട്. ചാറ് കുറുകി വറ്റി വരണ്ട പരുവം, നല്ല പെരട്ടിയ ചിക്കൻ. അത് ഓൾറെഡി റോസ്റ്റ് ആയിട്ടുണ്ട്. ചിക്കൻ കുക്കായെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ ബോൺ ഇവിടുന്ന് വിട്ട് വരുന്നു. കാണാൻ എന്തെങ്കിലും ലുക്കുണ്ട്, അത് കാണുമ്പോൾ തന്നെ അറിയാലോ, കാരണം ഇത് നല്ല ടെക്സ്ചർ കാര്യങ്ങളെല്ലാം ഉണ്ട്. സിമ്പിൾ ചിക്കൻ കറി നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു വീട്ടിലും ഏതൊരു സമയത്തും ഏത് പാതിരായ്ക്ക് പോലും എളുപ്പത്തിൽ ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാം ചിക്കൻ കയ്യിലുണ്ടെങ്കിൽ. നമുക്കപ്പോൾ ടേസ്റ്റ് ചിക്കൻ കറി അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഫ്ലേവർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിമ്പിളായിട്ടുള്ള സംഭവങ്ങളുടെ എല്ലാ ഫ്ലേവർ നമ്മളറിയാം. ഇതിനകത്ത് വേറെ യാതൊരുവിധ ഷോർട്ട് കട്ടില്ല. വളരെ ജെന്യൂനായിട്ട് സാധാരണ വീടുകളിലൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇളക്കി വരട്ടിയെടുത്ത് ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. പൊളി സെറ്റ്. ചുമ്മാ അല്ല പറഞ്ഞ, വെറുതെ പറഞ്ഞതല്ല. ഇത് നമ്മുടെ ഒരു സാധാരണ ചിക്കൻ കറി, പക്ഷേ ഇതിൻ്റെ ആ മെത്തേഡാണ്. ഇതിനകത്ത് വേറെ ഒരുപാട് ഫാൻസി ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കണ്ടു ഉണ്ടാക്കിയ ആളുടെ പ്രത്യേകത അല്ലേ. പക്ഷേ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നേരത്തെ പറഞ്ഞ പോലെ എനി ടൈം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബാച്ചിലേഴ്സ് ചിക്കൻ കറിയാണ്. ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വലിയ ഓഫിൻ്റെ ദിവസമോ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിക്കുക. സെറ്റപ്പാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അമേസിംഗ് ഡിഷ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നത്, രുചി വന്ന്. അപ്പോൾ വെറും കൈയോടെ പോകാൻ പറ്റില്ല, നമുക്ക് കുറച്ച് സമ്മാനങ്ങളോടുണ്ട്. വെയിറ്റിംഗ്. ഓക്കെ. ഇത് ഏറ്റവും ആദ്യം നെക്സ്റ്റ് ചിക്കൻ കറി ഉണ്ടാക്കാൻ നോൾട്ടയുടെ പ്രീമിയം കുക്ക് വെയർ ആണ്. അപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി വൈഫിന് കൊടുക്കുക. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് പറയാം മട്ടൻ കറി ഇനി ചിക്കൻ കറിയൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ട്രൈ ചെയ്ത് നോക്കാം. അതിനോടൊപ്പം തന്നെ ഇനി കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ മിക്സി ഒന്നും വേണ്ടത് ഒരു പ്രൊഫഷണലായിട്ട് ഹാൻഡ് മിക്സറാണ്. അപ്പോൾ കയ്യിലൊക്കെ വെച്ചിങ്ങനെ വല്ല കേക്കോ കാര്യങ്ങളോ അല്ല മുട്ടയൊക്കെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പ്രൊഫഷണൽ വേയിൽ അമിയോൻ്റെ ഒരു ഹാൻഡ് മിക്സറാണ്. അടിപൊളി. അതിനോടൊപ്പം പയഷ്യയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പറുണ്ട്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ പ്രേക്ഷകരോട് 2 വാക്ക് പറഞ്ഞ് എന്താണ് എൻ്റെ ഇനിയും വർക്കുകളൊക്കെ എല്ലാവരും തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ റെസിപ്പിയാണ്. പിന്നെ മാക്സിമം ഗിവ് സോ മച്ച് ഓഫ് ലവ് കുക്ക് ചെയ്യുന്നവരുത്. അപ്പോൾ ആ ഒരു ലവ് കഴിക്കുന്നവർക്കും കിട്ടും. സോ താങ്ക് യു. നമുക്ക് വീണ്ടും ഒരു അടുത്ത എപ്പിസോഡിലേക്ക് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം. വീണ്ടും ഒരു റെസിപ്പി. ഇത് തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആണ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലൊക്കെ. ലെമൺ റൈസ് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ലെമൺ റൈസ് പൊതുവേ മലയാളികൾ അതങ്ങനെ കഴിക്കാറില്ല, പക്ഷേ ഇത് കുട്ടികൾക്കൊക്കെ വളരെ രസകരമായിട്ട് സ്കൂളിലൊക്കെ ടിഫിനായിട്ട് കൊണ്ടുപോകാം. ഇതിനധികം കറികളൊന്നും വേണമെന്നില്ല. ഇതൊരു ലെമൺ ഫ്ലേവറിലുള്ള റൈസാണ്. ഇത് എളുപ്പത്തിൽ നിങ്ങൾ വളരെ ടയർഡായിട്ടൊക്കെ ഇരിക്കുന്നു, അല്ലെങ്കിൽ സ്കൂളിലൊരു കുട്ടിക്ക് എന്തെങ്കിലും കൊണ്ടുപോകണം, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലൊക്കെ ഉള്ള വീടുകളിലൊക്കെ നിത്യം ഉണ്ടാക്കുന്നതാണ് ലെമൺ റൈസ് അല്ലെങ്കിൽ ടാമറിൻ റൈസ്. അങ്ങനെ പലതരം പുളിയുടെ ഫ്ലേവറിലുള്ളത്, അല്ലെങ്കിൽ നാരങ്ങയുടെ ഫ്ലേവറിലുള്ള റൈസൊക്കെ, അല്ലെങ്കിൽ തേങ്ങ റൈസ്, കോക്കനട്ട് റൈസ് എന്നൊക്കെ പറഞ്ഞ റൈസുകൾ. അപ്പോൾ കേരളത്തിൽ പൊതുവേ നമ്മൾ സാധാ റൈസും കറികളും കൂട്ടിയാണ് കഴിക്കുക. അപ്പോൾ കറികളൊന്നും ഇല്ലാത്തൊരു സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ കഴിക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അതിന് ബസ്മതി റൈസാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഏത് റൈസായാലും കുഴപ്പമില്ല. നമ്മുടെ കേരളത്തിലെ കുത്തരി ഇതൊന്നും ഈ ഒരു പ്രിപ്പറേഷന് അനുയോജ്യമല്ല. ബസ്മതി റൈസ് അല്ലെങ്കിൽ പച്ചരിയൊക്കെ ക്രിസ്പായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിന് കുക്ക് ചെയ്യുന്ന പോലെ റൈസ് ആദ്യം വേവിച്ച് വെക്കുക. എന്നിട്ട് ഇതിനൊരു തടുക്ക, ഒരു ലൈം ജ്യൂസിൻ്റെ ഒരു നാരങ്ങ നീര് വെച്ചിട്ട് ഒരു തടുക്ക ഉണ്ടാക്കിയിട്ട് അതിനകത്ത് റൈസ് മിക്സ് ചെയ്യാം. ഇത് ലെമൺ റൈസ് ആണെങ്കിൽ ഇതിന് രുചി കൂട്ടാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ടെക്നിക്കുണ്ട്. ഓറഞ്ച് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് കൂടെ പിഴിഞ്ഞിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതിനോടൊപ്പം തന്നെ വേറൊരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ഓറഞ്ചിൻ്റെ സ്കിൻ, അതിൻ്റെ തൊലി ഭാഗം ഫൈനായിട്ട് ചോപ്പ് ചെയ്യുകയും നാരങ്ങയുടെയും തൊലി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് സ്കിന്ന് മാത്രം, അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമല്ല, വെള്ളം വന്നാൽ കഴിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെ തൊലിയുടെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഈ തടുക്ക ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ തടുക്ക അടിക്കാൻ നോക്കാം. അത് വെളിച്ചെണ്ണയല്ല, സാധാ എണ്ണയാണ് ഇതിന് വേണ്ടത്. കുറച്ച് എണ്ണ ഒഴിക്കുന്നു. എണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുക്
ജീരകം, വത്തൽമുളക്, ഇത് 3 കറിവേപ്പിലയോടും ചേർത്തിട്ട് തടുക്കെ അടിച്ചിട്ട് മഞ്ഞപ്പൊടിയും നാരങ്ങാ നീരും ഓറഞ്ച് നീരും ഈ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം കൂടെ ചേർത്ത് കപ്പലണ്ടി, അതിനോടൊപ്പം അണ്ടിപ്പരിപ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഫ്ലേവർ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെങ്കിലും ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മിക്സർ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഇപ്പോൾ എണ്ണ ചൂടായാൽ നമുക്ക് കടുകിടാം. അതിനോടൊപ്പം കുറച്ച് ജീരകം, റൈസിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാരങ്ങ നീര് ഇതിനോട് ഒഴിക്കുകയാണ്. അതിനോടൊപ്പം കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി അരിഞ്ഞത്, കുറച്ച് നാരങ്ങയുടെ സ്കിന്ന് അരിഞ്ഞിട്ടത്, ഇനി ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ്. ഇത് ഒരു ഓപ്ഷണലായിട്ടുള്ള സംഭവമാണ്. ഇതിങ്ങനെ പിഴിഞ്ഞതിനോടൊപ്പം കുരുവില്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു സോസ് ഇനി ഇതിനകത്തൊരു പൊടിക്ക് ഫ്ലേവറിന് നമ്മുടെ കായത്തിൻ്റെ പൊടിയാണ്, ലേശം കായത്തിൻ്റെ പൊടി. ആ കായത്തിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരിത്തിരി കായത്തിൻ്റെ പൊടി ചേർക്കുന്നു. ഇതാണ് ലെമൺ റൈസിൻ്റെ മസാല. ഈ മസാല നമ്മൾ വേണമെങ്കിൽ കുറച്ച് കൂടുതലുണ്ടാക്കി ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാൽ റൈസ് കുക്ക് ചെയ്യുമ്പോൾ ആവശ്യാനുസരണം വേണമെങ്കിൽ ഫ്രൈഡ് റൈസിന് ഒഴിക്കുന്ന പോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു തവണ ഈ സോസ് ഉണ്ടാക്കി വയ്ക്കാം. എന്നിട്ടൊരു ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഈ സോസ് എടുക്കുന്നു. അതിനകത്തേക്ക് ആവശ്യാനുസരണം റൈസ് ഇട്ട് ഫ്രഷായിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു 1 ടൈമിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ സോസ് ആവശ്യമുള്ള ഇത്ര സോസിന് വേണ്ട റൈസ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇത് ബസ്മതി റൈസ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ സോസിലേക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാലയുടെ അളവനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് ആവശ്യാനുസരണമുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയില.